മക്കളെ, നമുക്ക് പ്ലസ് ടുവിലേക്ക് ചാടി കയറി കൊണ്ട് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്ലസ് ടുവിലെ റോഡ് എങ്ങനെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ് ചെക്ക് പോയിന്റ്സ്, എവിടേക്കാണ് നിങ്ങൾ നിർത്തേണ്ടത്, എവിടേക്കാണ് നിങ്ങൾ ആക്സിലറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ മൊത്തം പ്ലസ് ടു ജേണി വളരെ സ്മൂത്തായി പോകും. എന്നാൽ നേരെ മറിച്ച് പ്ലസ് വണ്ണിൽ പലരും ചെയ്ത പോലെ തന്നെ നിങ്ങളൊക്കെ അബദ്ധം ഉണ്ടാക്കിയിട്ടുണ്ടാവും. വരുന്നിടത്ത് വെച്ച് കാണാം, ഓണപ്പരീക്ഷ നോക്കാം, ക്രിസ്മസ് എക്സാം നോക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ വീണ്ടും പ്ലസ് ടുവിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും എല്ലാ വീഡിയോയിൽ പറയേണ്ട ആവശ്യമില്ല. പരീക്ഷകൾ ടഫാവുന്നതിന് കാര്യം പറ്റിയിട്ടും പ്ലസ് ടുവിൽ കുറേ കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്യേണ്ട പറ്റിയും പ്രാക്ടിക്കൽ എൻട്രൻസ് എക്സാമിനെ പറ്റിയും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാതെ. അതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ഒരു വൃത്തികെട്ട ജേണി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു റോഡ് മാപ്പ് ആയിരിക്കും ഈ വീഡിയോയിൽ ഞാൻ തരാൻ പോകുന്നത്. അത് പ്ലസ് ടു ഇയറിൽ ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടിക്ക് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യമാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ജോയിൻ ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്ലസ് ടു ഇയർ ബാച്ച് നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. മെയ് 5-നാണ് നമ്മൾ നമ്മുടെ പ്ലസ് ടു ഇയർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. തൊട്ട് പിന്നാലെ തന്നെ നമ്മൾ എന്താണ് നമ്മുടെ എൻട്രൻസ് ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ജെഇ ബാച്ചും നീറ്റ് ബാച്ചൊക്കെ ചെറിയൊരു 2-3 ഡേയ്സ് ഗ്യാപ്പിൽ നമ്മൾ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം മെയ് 5 നമ്മുടെ ആ ഡേറ്റ് തലകേറ്റി വെച്ചോ. എല്ലാവരും ടൈപ്പ് ചെയ്തോ ചാറ്റ് ബോക്സിലല്ല, മറ്റേ കമൻറ്റ് ബോക്സിൻ്റെ ഡേറ്റ് ഇതിൽ മനസ്സിൽ ഉറപ്പിച്ച് വെക്കാം. മെയ് 5 നമ്മൾ പണി തുടങ്ങും. സർ മെല്ലെ തുടങ്ങിയാൽ മതിയോ? ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങളുടെ റോഡ് മാപ്പാണ് ഇവിടെ കാണുന്നത്. അതായത് മെയ് 5 തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പ്ലസ് ടു ഇയർ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടി എങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത് കംപ്ലീറ്റ് സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെയ് 5 നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ലൈവ് ക്ലാസ് ആയിരിക്കും എല്ലാ ക്ലാസ്സും. നമ്മൾ പ്ലസ് വണ്ണിൽ ചെയ്ത പോലെ റെക്കോർഡ് ക്ലാസ് കണ്ട് പിന്നെ എക്സ്ട്രാ ലൈവ് ആയിരിക്കില്ല. ഫുൾ സിലബസ് നമ്മൾ ലൈവായിട്ടായിരിക്കും പഠിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ ജോയിൻ ചെയ്ത് പഠിക്കുക. പിന്നീട് ജോയിൻ ചെയ്താൽ അതിൻ്റെ റെക്കോർഡിംഗ് ഒക്കെ കിട്ടും. പക്ഷെ ആ റെക്കോർഡിങ്ങും പിന്നെ പുതിയ ചാപ്റ്റർ ലൈവും മെനക്കേടാവും. 5-ാം തീയതി തന്നെ പണി നമ്മൾ തുടങ്ങുന്നു. നമ്മുടെ ഓണം എക്സാം വരുന്നത് ഏതാണ്ട് ഓഗസ്റ്റ് 18-നായിരിക്കും. അതിൻ്റെ മുൻപ് തന്നെ, എത്ര മുൻപ്, ജൂലൈ 10 കൂടെ ഓണം എക്സാമിൻ്റെ എല്ലാ സിലബസും തീർക്കും. അതായത് ഓണം എക്സാമിന് പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് 1 മാസത്തിൽ കൂടുതൽ സമയം എക്സ്ട്രാ ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി ചെയ്യാം. എക്സാമിൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ആ മാരത്തോണും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാം. പക്ഷെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാണ്ട് മാരത്തോൺ വെച്ച് മാത്രമൊന്നും ഇനി നടക്കില്ല, അത് വേറെ കാര്യം. ഓക്കെ, പക്ഷെ 1 മാസം മുൻപ് നമ്മൾ സിലബസ് തീർക്കും ഓണം എക്സാമിൻ്റെ. വീണ്ടും പഠിച്ച് പോകുന്നു. ക്രിസ്മസ് എക്സാമിൻ്റെ സിലബസ് നമ്മൾ എവിടെ തീർക്കും? നമ്മൾ നവംബർ 7-ാം തീയതി തീർക്കും. ക്രിസ്മസ് എക്സാം വരാമെന്ന് ഡിസംബർ 8-നാണ്. വീണ്ടും 1 മാസം ഗ്യാപ്പ് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്, അതിൻ്റെ റിവിഷനും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. വീണ്ടും ഇങ്ങനെ പോയി പബ്ലിക് എക്സാമിൻ്റെ സിലബസ് ഡിസംബർ 31 കൂടെ നമ്മൾ ഫുള്ള് തീർക്കുന്നതായിരിക്കും. അതെന്തിനാ സാർ അത്രയും ധൃതി പിടിച്ച് തീർക്കുന്നത്? എല്ലാം തീർത്താൽ പോരാ നമുക്ക്. പിന്നെ ജാനുവരി ഫെബ്രുവരി ഒക്കെ ഉണ്ടല്ലോ, എല്ലാം തീർത്താൽ മതിയോ? പോരാ. കാരണം നിങ്ങൾ നോക്കി ഡിസംബർ 31-ന് നമ്മൾ സിലബസ് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ലാബിൻ്റെ ക്ലാസ് ആയിരിക്കും നമ്മൾ ജാനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യാം. കാരണം നിങ്ങളുടെ ലാബ് എക്സാം ഫെബ്രുവരിയിൽ വരും. ലാബ് എക്സാമിൻ്റെ കഴിഞ്ഞ പാടെ തന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മോഡൽ എക്സാം ഫെബ്രുവരിയിൽ ഉണ്ടാവും. പിന്നെ പബ്ലിക് എക്സാമാണ്. അപ്പോൾ നിങ്ങളെന്നെ ആലോചിച്ച് ഡിസംബറിൽ തീർത്തില്ലേ നടക്കുമോ? നടക്കില്ല. ഇതിനിടയിൽ നിങ്ങൾ ജെഇ ഒക്കെ എഴുതുന്നുണ്ടെങ്കിൽ ജാനുവരി നിങ്ങൾക്ക് ജെഇയുടെ ഫസ്റ്റ് സെഷൻ ഉണ്ടാകുന്നതായിരിക്കും. അത് വേറെ തന്നെ ഒരു തലവേന. നീറ്റിനൊക്കെ പഠിക്കുന്നവരാണ്, അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് നീറ്റിൻ്റെ റിവിഷനും കാര്യങ്ങളും ചെയ്യേണ്ടി വരും ഈ സമയത്തൊക്കെ. കാരണം പബ്ലിക് എക്സാം സമയത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ പഠിച്ചാലേ പ്ലസ് ടു സിലബസ് തീർക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ സിലബസ് തീർത്തിട്ട് അവസാനം റിവിഷൻ ചെയ്യുന്ന കുട്ടിക്കായിരിക്കും ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിൽ 90% മുകളിൽ ആലോചിക്കാൻ പറ്റുള്ളൂ. അതും നിങ്ങളിപ്പം പ്ലസ് വണ്ണിലൊക്കെ ഒരു 60-70% ലെവലിലാണ്, ഇത് നേരെ ആയിക്കോട്ടെ, ലെവലിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് 80% മുകളിലാക്കണമെങ്കിലും നിങ്ങളിത് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. മനസ്സിലായി? എല്ലാവർക്കും 90% മുകളിൽ കിട്ടുമോ? പ്രാക്ടിക്കലല്ല അല്ലേ, നിങ്ങൾക്ക് പറയാം. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ നിലവാരം മുകളിലേക്ക് ആക്കണമെങ്കിൽ 60-ന്ന് 75-ലേക്കോ 80-ലേക്കോ ആക്കണമെങ്കിൽ പോലും നിങ്ങളിത് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. അല്ലാണ്ട് സാർ എനിക്ക് 70% മതി അതുകൊണ്ട് ഞാനിതൊന്നും ചെയ്യേണ്ടല്ലോ വിചാരിച്ചിരുന്നാൽ നിങ്ങൾ തോറ്റു. പേടിപ്പിക്കാൻ പറയല്ല, റിയാലിറ്റി പറയണം. തോറ്റു. ഇത്ര പേരെ തോക്കാൻ പോകുന്നുള്ള പ്ലസ് 1 റിസൾട്ട് വരുമ്പോൾ നമുക്ക് അറിയില്ല എനിക്ക്. പക്ഷെ അങ്ങനത്തെ പ്ലാനാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തോറ്റു. അതാണ് സത്യം മക്കളെ. 22% കഴിഞ്ഞ വർഷം തോറ്റത്. ഈ വർഷം എത്രയാണ് നമുക്ക് അറിയില്ല. പക്ഷെ വാല്യുവേഷൻ ക്യാമ്പിൽ നിന്ന് കിട്ടുന്ന ഒരു ഐഡിയ വെച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് അത്ര തന്നെ ഉണ്ടാകാൻ ചാൻസ്. അപ്പോൾ പ്ലാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ബാച്ചിൽ ജോയിൻ ചെയ്തവരാണെങ്കിലും ജോയിൻ ചെയ്തവരല്ലെങ്കിലും ഈ പ്ലാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് വരില്ല. റിവിഷൻ ചെയ്യാൻ സമയമുണ്ടാവും, പഠിക്കാനും സമയമുണ്ടാവും. ഡെയിലി 2 മണിക്കൂർ 2.5 മണിക്കൂർ പഠിച്ചാൽ അത് പ്രശ്നം തീരും. അതിൽ കൂടുതൽ ഭയങ്കര തലമറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ക്ലിയർ ആണല്ലോ? റെഡി. ഇനി നിങ്ങൾ എൻട്രൻസ് ബാച്ചിലും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ വീക്കെൻഡ്സിലായിരിക്കും ഉണ്ടാവുക. സാറ്റർഡേ സൺഡേ ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. പിന്നെ ചില ക്ലാസ്സൊക്കെ നമ്മൾ ചിലപ്പോൾ മോർണിംഗിൽ വെക്കും, സിലബസ് തീർക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം.
അപ്പോൾ അങ്ങനെയായിരിക്കും നമ്മൾ എൻട്രൻസ് ക്ലാസ് ഉണ്ടാവുക. എൻട്രൻസിൻ്റെ കൃത്യമായിട്ട് ടൈം ലൈനും വേറെ നമ്മൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഉയരെ ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്കായിരിക്കും കിട്ടാൻ പോകുന്നത്. ഇത്ര മാത്രമല്ല, ഇതിന് വേണ്ടിയുള്ള ലൈവ് ക്ലാസ് മാത്രമല്ല, ഒബ്വിയസ്ലി ലൈവ് ക്ലാസ് ആയിരിക്കും നമ്മുടെ മെയിൻ. കൂടാതെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് വേറെ കിടപ്പുണ്ട്. കഴിഞ്ഞ വർഷത്തെ നമ്മൾ ഫുള്ളായിട്ട് റെക്കോർഡ് ചെയ്ത് കിടപ്പുണ്ട്. സാർ അതെന്തിനാ അപ്പം ലൈവ് ക്ലാസ് ഓൾറെഡി തരുന്നല്ലേ പറഞ്ഞു, അപ്പോൾ എന്തിനാണ് റെക്കോർഡ് ക്ലാസ്? ആവശ്യമില്ല. പക്ഷേ നിങ്ങൾക്ക് തോന്നുകയാണ് ഏതെങ്കിലും സ്പെസിഫിക് ടോപ്പിക്സ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കണ്ടുപഠിക്കണം, അതിന് ചോദ്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് റെക്കോർഡ് ക്ലാസ്. അത് ടോപ്പിക് വൈസ് ഉണ്ടാവുന്നതായിരിക്കും. ലൈവ് ക്ലാസ്സിൻ്റെ റെക്കോർഡിംഗ് വേറെ ഉണ്ടാവുന്നതായിരിക്കും നിങ്ങൾക്ക് പിന്നീട് കാണണമെങ്കിൽ. പിന്നെ ഓരോ ചാപ്റ്ററിൻ്റെ വർക്ക് ഷീറ്റ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പലരും ചെയ്യുന്ന PYQ മാത്രം കൂടി ചെയ്തു. ആരാ പറഞ്ഞ PYQ മാത്രമേ പേപ്പറിൽ വരുള്ളൂ? പ്രത്യേകിച്ച് ടഫായിട്ടുള്ള പേപ്പർ വന്നാൽ അപ്പോൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആവശ്യമാണ്, വർക്ക് ഷീറ്റിൽ കിട്ടുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ PDF ഓരോ ചാപ്റ്ററിന് ക്ലാസ് നോട്ട്സ് ഉണ്ടാവുന്നതായിരിക്കും, മോഡൽ എക്സാംസ് ഉണ്ടാവുന്നതായിരിക്കും, PYQ ഉണ്ടാവുന്നതായിരിക്കും. കാരണം എങ്ങനെ നോക്കിയാലും 60-70% PYQ ആയിരിക്കും വരിക, ബാക്കി 30% ഉള്ളൂ പുതിയ ക്വസ്റ്റ്യൻസ്. പിന്നെ ചാപ്റ്റർ വൈസ് എക്സാം, ഓരോ ചാപ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സാംസ് ഉണ്ടാവുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കുട്ടിക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഇതിൻ്റെ എല്ലാം കൂടെ ഫീസ് ഇവിടെ കൊടുത്തിട്ടുണ്ടോ? അവിടെ പോയി 4,999 ആണ് ഫീസ്. ബുക്ക് ഉണ്ടാവില്ല, ബുക്കിൻ്റെ ഓഫറൊക്കെ കഴിഞ്ഞു, ബുക്ക് ഉണ്ടാവില്ല. ആ ഒരു ഫീസ് ആയിരിക്കും ഇത്. നിങ്ങൾക്ക് ബുക്കും കൂടെ വേണമെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ഫീസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ബുക്ക് ഫുൾ ബുക്ക് സെറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ എക്സ്ട്രാ ഈ ഒരു ഫീസ് 1,420 രൂപയാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് ചെറിയ എന്തോ ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യണം, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. കുറച്ച് കഴിയുമ്പോൾ ഡിസ്കൗണ്ട് ഉണ്ടാവില്ല. ഓക്കെ, അപ്പം ബുക്കിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും. ബുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് +2 നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനും ഷോർട്ട് നോട്ട്സ് കിട്ടാനും വേണ്ടിയിട്ടും എപ്പോഴും ഒരു ബുക്ക് ഉള്ളത് ഒരു സമാധാനമാണ്. ഓക്കെ, കാരണം മറ്റേതെല്ലാം ഇങ്ങനെ ഡിജിറ്റൽ ആകുമ്പോൾ ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവില്ല. ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് റിവൈസ് ചെയ്യാം. പ്രത്യേകിച്ച് എക്സാമിൻ്റെ അടുക്കും തോറും പെട്ടെന്ന് പഠിക്കാനും റിവൈസ് ചെയ്യാൻ വേണ്ടി ബുക്ക് ആയിരിക്കും ഏറ്റവും യൂസ്ഫുൾ. അപ്പോൾ തീർച്ചയായും ബുക്ക് വാങ്ങുന്നതാണ് റെക്കമെൻഡഡ്. ഓക്കെ, അപ്പോൾ ബുക്കും ഈ ക്ലാസ്സിലെ കാര്യങ്ങളും കൂടി ആകുമ്പോഴത്തേക്കും പരിപാടി സെറ്റാണ്. പിന്നെ നിങ്ങൾ എൻട്രൻസും കൂടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ബാച്ച് ഉണ്ട്. +2 വേദ നീറ്റ് ബാച്ച് ഉണ്ട്, അതുപോലെ തന്നെ +2 വീര JEE ബാച്ച് ഉണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. അതായത് നമ്മുടെ ഉയരെ ബാച്ചിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കും. മാത്രമല്ല നിങ്ങൾ അറ്റൻഡും ചെയ്യണം, അതിൽ ലൈവ് ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് വീക്കെൻഡ്സിൽ എന്തുണ്ടാവുക, നിങ്ങളുടെ എൻട്രൻസിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ക്ലാസ് ഉണ്ടാവും. ക്ലാസ് മാത്രമായിരിക്കില്ല, അതിൻ്റെ നിങ്ങൾക്ക് സെപ്പറേറ്റ് എക്സാംസ് ഉണ്ടാവുന്നതായിരിക്കും. നിങ്ങളുടെ എക്സാം അടുക്കും തോറും നിങ്ങൾക്ക് അതിൻ്റെ സെപ്പറേറ്റ് മോക്ക് എക്സാംസും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. എൻട്രൻസിൻ്റെ ഫീസ് ഇവിടെ നിന്ന് കാണുന്നുണ്ടാവില്ല, 7,999 ആണ് ഫീസ്. മറ്റേ ബാച്ചിന് 4,999 ആണ്. ക്ലിയർ ആണല്ലോ? അപ്പം ഇതിൽ മെയിൻ പോയിന്റ് ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് പറയാനല്ല, മെയിൻ പോയിന്റ് നമ്മുടെ ഈ റോഡ് മാപ്പാണ്. മനസ്സിലാക്കിക്കൂടാ, ഇതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന് ആലോചിക്കുക. അപ്പോൾ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യമല്ല ഇത് ഫോളോ ചെയ്യേണ്ടത്. നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഇത് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. ആ ഒരു മെൻറ്റാലിറ്റിയിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടാകാൻ പോകുന്നില്ല. അതാണ് സത്യം. നിങ്ങൾക്ക് ആക്ച്വലി ഭയങ്കര സമാധാനമായിരിക്കും. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും അയ്യോ സാർ ഒന്നിനെ അങ്ങനെ പേടിപ്പിക്കുന്നതെന്ന് തോന്നും. പക്ഷേ നിങ്ങൾ ആക്ച്വലി ഇത് ഫോളോ ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പോവുകയാണെങ്കിൽ ഭയങ്കര സമാധാനമായിരിക്കും ഉണ്ടാവുക. അത് ചെയ്യാതിരിക്കുമ്പോഴാണ് സമാധാനക്കേട് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റിയിൽ മുന്നോട്ട് പോവുക. നിങ്ങളിതിൽ ജോയിൻ ചെയ്ത് അതിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നടന്നോളും. നിങ്ങൾ ആ ലൈവ് ക്ലാസ്സിൽ വന്ന് ഇരുന്നാൽ മതി. ആ ലൈവ് ക്ലാസ് കറക്റ്റ് ജൂലൈ 10 തീർന്നോളും, ഓണം എക്സാമിൻ്റെ. അതുപോലെ നവംബർ 7 ആകുമ്പോഴത്തേക്കും ക്രിസ്മസ് എക്സാമിൽ ഓട്ടോമാറ്റിക്കലി തീർന്നോളും. നിങ്ങൾ വന്ന് ഇരുന്നാൽ മതി. വൈകുന്നേരം എല്ലാ ദിവസവും ഒരു ലൈവ് ഉണ്ടാവുള്ളൂ. വെറുതെ വന്ന് കുത്തിയിരുന്നാൽ മതി. ടീച്ചർ പറയുന്ന കാര്യം ചെയ്യുക. ആ ലൈവിൽ പറഞ്ഞു തരും. ഫിസിക്സിൽ ഇതാ ചെയ്യേണ്ടത് പറഞ്ഞു പഠിപ്പിച്ചു തരും, എല്ലാം ചെയ്തു തരും. മനസ്സിലാവുന്നുണ്ടോ? റെഡിയാണല്ലോ? അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് +2 അടിച്ച് പൊളിച്ച് പഠിക്കാൻ റെഡിയാണ്. ഒന്നും ചെയ്യണ്ട. ബാച്ചിൽ ജോയിൻ ചെയ്ത് അഡ്മിഷൻ ഉറപ്പാക്കുക. ഓൾറെഡി ജോയിൻ ചെയ്തവരാണെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കുക. ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ താഴെ നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടാവും. ബാച്ചിൽ കാണാം നമുക്ക്. ഓക്കെ, May 5 ഡേറ്റ് മറക്കരുത്.